Hi friends, Assalamualaikum. Welcome back to my channel. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടിപ്പുമായിട്ടാട്ടോ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി എത്രയും പെട്ടെന്ന് എങ്ങനെ തൊലിച്ചെടുക്കാന്നുള്ള ഒരു എളുപ്പവിദ്യയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറേ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തൊലിച്ചെടുക്കാനുള്ള ഒരു വിദ്യയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ തൊലി ചോപ്പർ ഉപയോഗിച്ച് എങ്ങനെ കളയാമെന്നുള്ള ഒരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ വീടുകളിൽ എല്ലാ വീടുകളിലും തന്നെ ചോപ്പർ ഉണ്ടായിരിക്കും. ചോപ്പറില്ലാത്ത വീടൊക്കെ കുറവ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളി കട്ട് ചെയ്യാൻ മാത്രമല്ല നമുക്കിവിടെ വെളുത്തുള്ളിയുടെ ഒക്കെ തൊലി കളഞ്ഞെടുക്കാനായിട്ടും ചോപ്പർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞെടുക്കുകയും ചെയ്യാം, അതിനോടൊപ്പം തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പണിയിൽ തന്നെ നമുക്ക് രണ്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് വെളുത്തുള്ളിയുടെ അല്ലികളാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ. വെളുത്തുള്ളിയുടെ ഓരോ ഇതിലാക്കി എടുത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ വെളുത്തുള്ളിയും ഇതുപോലെ ആക്കിയെടുക്കുക. നമുക്ക് കുറേ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ പണി തീർന്നു കിട്ടും. എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് ഉള്ളികളൊക്കെ തൊലിച്ചെടുക്കാനായിട്ട്. ഇഞ്ചി തോല് കളയാൻ, ഉള്ളി തൊലിക്കാനൊക്കെ എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മടിയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളി തൊലിക്കാനൊക്കെ പറ്റുന്ന ഒരു പണിയാട്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഇതുപോലെ നമ്മൾ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളി ഏതായാലും നമുക്ക് ഒന്നുകിൽ പേസ്റ്റ് ചെയ്യാനോ ക്രഷ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിക്സിയിലിട്ട് ഇത് ചോപ്പ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ചെറുതാക്കി ചോപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇത് തന്നെ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാനൊക്കെ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുക, ഉള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തൊലികളൊക്കെ മേലേക്ക് ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാൻ പറ്റില്ലേ. നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, വെള്ളത്തിലിട്ടിട്ട് കൈ കൊണ്ടൊന്ന് നിരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിത്തൊലിയൊക്കെ മേലേക്ക് വന്നോളും. അപ്പോൾ നമുക്ക് മേലെ ഉള്ളിത്തൊലിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്താൽ അടിയിൽ തൊലിച്ച ഉള്ളി നമുക്ക് അടിയിലാക്കി കിട്ടും. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചില സമയത്ത് നമുക്ക് വെളുത്തുള്ളിക്കൊക്കെ ചീപ്പ് റേറ്റിലാണല്ലോ കിട്ടുക. ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ തന്നെ വെളുത്തുള്ളിക്ക് വിലയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വെളുത്തുള്ളി കൂടുതൽ തൊലിച്ചെടുക്കാൻ നമുക്ക് മടിയാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ക്യൂബ്സൊക്കെ ആക്കിയാണ്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വെളുത്തുള്ളി തൊലിച്ചെടുക്കാനാണല്ലോ പണി. ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ്സ് ആക്കി അറിയിക്കുക കേട്ടോ. കമൻറ്റ്സിൽ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.